നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് 40 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാം നടക്കാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് LGS മാരത്തോൺ എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. കാരണം ഈ ക്ലാസ്സിൽ പൂർണ്ണമായും പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ 25 തവണയിൽ കൂടുതൽ PSC ആവർത്തിച്ചവയാണ്. അവയിൽ തന്നെ മിക്ക ചോദ്യങ്ങളും നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതുമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. 40 ദിവസം കൊണ്ട് സർക്കാർ ജോലി നമ്മുടെ കയ്യിലിരിക്കും, യാതൊരു സംശയവുമില്ല. വ്യക്തമായി ക്ലാസുകൾ കേൾക്കുക സുഹൃത്തുക്കളെ. അതിനോടൊപ്പം തന്നെ പഠിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ 4 ഓപ്ഷൻസ് കാണുമ്പോൾ ശരി ഉത്തരം മറന്നു പോകുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കൾക്ക് സ്മാർട്ട് കോഡ് എന്നൊരു പരിപാടി കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് കോഡിലൂടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അത് പഠിച്ചു വെക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. നമ്മുടെ മുന്നിലുള്ള 40 ദിവസം കൊണ്ട് നമ്മൾ 25,000-ഓളം വരുന്ന PSCയുടെ 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു തീർക്കാൻ പോവുകയാണ്. വളരെ സീരിയസ് ആയിട്ടിരിക്കുക സുഹൃത്തുക്കളെ. ഇതിൽ പറയുന്ന ഓരോ ചോദ്യവും 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ചതാണ്. അതിൽ തന്നെ 100 തവണയിൽ കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അത് വ്യക്തമായിട്ട് നമ്മൾ എടുത്തു തന്നെ പറയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ LGS മാരത്തോണിലേക്ക് കടക്കാം. ഡേ 1 ആണ്. സുഹൃത്തുക്കൾ എല്ലാവരും വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2023 കണക്കു പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആരാ സുഹൃത്തുക്കളെ? യെസ്, ഇടുക്കി ജില്ലയാണ്. 2023 കണക്ക് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആരാണ്? ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഇത്രയും നാൾ ആരായിരുന്നു? പാലക്കാട് ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പാലക്കാട് ജില്ലയെ മറികടന്നുകൊണ്ട് 2023 പുതിയ കണക്ക് പ്രകാരം ഇടുക്കി ജില്ല ആയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, നമ്മൾ അല്പം കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ 3 ജില്ലകൾ നമ്മൾ പഠിച്ചു വെക്കണം. സുഹൃത്തുക്കൾ മറക്കരുത്, കേരളത്തിലെ ഏറ്റവും വലിയ 3 ജില്ലകൾ കൂടി നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നമ്മൾ പറഞ്ഞു ഇടുക്കി ജില്ല. രണ്ടാമത്തെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. മൂന്നാമത്തെ ജില്ല മലപ്പുറം ജില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ല. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ജില്ല എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ല. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ. SI പാലം വഴിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിലേക്ക് പോകുന്നതെന്ന് പഠിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിൽ പോകാൻ ഏത് വഴി പോകണം? SI പാലം വഴി പോകണമെന്ന് പഠിക്കുക. എന്താണ്? SI പാലം വഴി പോകണമെന്ന് പഠിക്കുക. ഇതിൽ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ്, കേരളത്തിലെ ഏറ്റവും സൈസ് കൂടിയ ജില്ല എന്ന് ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് S എന്ന് പറയുന്ന എന്ന ആൽഫബറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല. I എന്തിനെ സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കളെ? ഇടുക്കി ജില്ലയെ സൂചിപ്പിക്കുന്നു. ഇനി പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയെ സൂചിപ്പിക്കുന്നു. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയെ സൂചിപ്പിക്കുന്നു. ഈസി കോഡാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിലേക്ക് പോകണമെങ്കിൽ SI പാലം വഴി പോകണമെന്ന് പഠിച്ചു വെക്കുക. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, സൈസ് വെച്ചിട്ട് ഏറ്റവും വലിയ ജില്ല എന്നുള്ളത് നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ല. ഈ ഭാഗം സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഏതാണ്? മലപ്പുറം ജില്ല. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയാണ്. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം എന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ പോരാ, അതിനുശേഷമുള്ള മറ്റു 2 ജില്ലകൾ കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് 2ാം സ്ഥാനത്തെയും 3ാം സ്ഥാനത്തെയും
അവസാനത്തെയും ജില്ല കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ല. രണ്ടാമത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല. മൂന്നാമത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല. ഇനി ഇത് എങ്ങനെ പഠിക്കാം, നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ പോപ്പ് മതിയെ എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്താണ് പോപ്പ് മതിയെ എന്നൊരു കോഡ് അങ്ങ് പഠിച്ചു വെക്കുക, മറക്കൂലല്ലോ. അപ്പോ കേരളത്തിലെ ജനസംഖ്യയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോളാം പോപ്പ് മതിയെ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ആര് മതിയെ എന്നാണ്? പോപ്പ് മതിയെ. പോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയെ സൂചിപ്പിക്കുന്നു. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയെ സൂചിപ്പിക്കുന്നു. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? തിരുവനന്തപുരം ജില്ല. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ല. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എറണാകുളം ജില്ല. അപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പ് മതിയെ എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്ത് മതിയെ? പോപ്പ് മതിയെ എന്നങ്ങ് പഠിച്ചു വെക്കുക. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. ഇന്ത്യയിൽ തന്നെ നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ല. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യയിൽ തന്നെ നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയാണ്. ആരാണ്? പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത്. അങ്ങനെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിൽ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ലയാണ്. ഇന്ത്യയിൽ തന്നെ നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ്. തിട്ടയിലാണ് നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങ് പഠിക്കുക കേട്ടോ. തിട്ടയിലാണ് നെഗറ്റീവ് വളർച്ചാ നിരക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങ് പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1998. കേരളത്തിൽ ലോകായുക്ത രൂപീകൃതമായ വർഷം 1998. കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അതും 1998. കേരളത്തിൽ ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ച വർഷം 1998. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. കേരളത്തിൽ വനവൽക്കരണ പരിപാടി ആരംഭിച്ച വർഷം 1998. അപ്പോ 1998 പ്രത്യേകം സുഹൃത്തുക്കൾക്ക് മനസ്സിലായല്ലോ. കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1998 ആണ്. അതിനോടൊപ്പം തന്നെ പഠിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക, കേരളത്തിൽ ലോകായുക്ത രൂപീകൃതമായ വർഷം, കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്ന വർഷം, കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ച വർഷം, കുടുംബശ്രീ ആരംഭിച്ച വർഷം. കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. കുടുംബശ്രീ ആരംഭിച്ച വർഷം. കേരളത്തിൽ വനവൽക്കരണ പരിപാടി ആരംഭിച്ച വർഷം ആരുടെ സഹായത്തോടു കൂടിയാണ്? വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി കേരളത്തിൽ വനവൽക്കരണ പരിപാടി ആരംഭിച്ച വർഷവും 1998. ഇത് മറന്നു പോകരുത്. ഈ വർഷം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചിരിക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്താണ്? തെങ്ങാണ്. തെങ്ങ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള രാജ്യം മാലിദ്വീപാണ്. 50 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തെങ്ങാണ്. തെങ്ങ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അപ്പോ നമുക്ക് എന്ത് ചെയ്യും?
കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ആലോചിക്കുക, അവൻ മാലിദ്വീപാണ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാ സുഹൃത്തുക്കളെ? മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശ് ആണ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഇതെല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. എന്നാൽ മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ് ആണ്. അപ്പോ കേരളത്തിന്റെ കയ്യിലും അരുണിന്റെ കയ്യിലുമാണ് മലമുഴക്കി വേഴാമ്പൽ ഉള്ളതെന്ന് പഠിച്ചു വെക്കുക. കേരളത്തിന്റെ കയ്യിലും അരുണിന്റെ കയ്യിലുമാണ് മലമുഴക്കി വേഴാമ്പൽ ഉള്ളത് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരുൺ എന്ന് വെച്ച് കഴിഞ്ഞാല് അരുണാചൽ പ്രദേശ് എന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ സംസ്ഥാന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനയാണ്. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാ സുഹൃത്തുക്കളെ? ആനയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഇന്ത്യയുടെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ്. ഇതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കേരളത്തിന്റെ സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ്. ഇന്ത്യയുടെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ്. ഇത് വ്യക്തമായി പഠിക്കുക. ഇന്ത്യയുടെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആരാണ്? ആനയാണ്. ഇത് 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. ഓപ്ഷനകത്ത് കടുവ കാണും. ഉത്തരം കൊടുക്കരുത് സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ പൈതൃക മൃഗമാണ് ചോദിക്കുന്നെങ്കിൽ അത് ആന തന്നെയാണ്. ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ പഠിച്ചു വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് കർണാടകവും ജാർഖണ്ഡും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, മറക്കല്ലേ. ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകവും ജാർഖണ്ഡുമാണ്. ആരൊക്കെയാണ്? കർണാടകത്തിനും ജാർഖണ്ഡിനും ആന ഔദ്യോഗിക മൃഗമായിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് ചോദിച്ചാൽ തെങ്ങാണ്. തെങ്ങ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി എന്ന് ചോദിച്ചാൽ അത് മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശ് ആണ്. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ആനയാണ്. ഇന്ത്യയുടെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ്. ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകവും ജാർഖണ്ഡുമാണ്. ആരൊക്കെയാണ്? കർണാടകവും ജാർഖണ്ഡുമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. മിക്ക സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ്. ആ കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് മാറ്റാം. നമുക്ക് ഈസി ആയിട്ട് ഈ മേഖല പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മോഹിനിയാട്ടവും അതുപോലെ തന്നെ കഥകളിയും. കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടവും കഥകളിയുമാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ആണ്. 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 എണ്ണമാണ്. ആരൊക്കെയാണ് അവരെ നമുക്കൊന്ന് നോക്കാം. ഭരതനാട്യം തമിഴ്നാട്. തമിഴ്നാട് നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കഥകളി മോഹിനിയാട്ടം കേരളം. കഥകളി മോഹിനിയാട്ടം ഏതാണ്? കേരളമാണ്. ഒഡീസി ഒഡീഷയാണ്. ഒഡീസി എവിടെ നിന്നാണ്? ഒഡീഷയിൽ നിന്നാണ്. മണിപ്പൂരി മണിപ്പൂരിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. അടുത്തതായി പറയുന്ന 2 എണ്ണമാണ് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ഭാഗത്ത്. കഥക്കാണെങ്കിൽ അത് ഉത്തർപ്രദേശും കുച്ചിപ്പുടിയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശും. കഥക്കാണെങ്കിൽ അത് ഉത്തർപ്രദേശും അതുപോലെ തന്നെ കുച്ചിപ്പുടിയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശും. അതുപോലെ സാത്രിയ എന്ന് പറയുന്നത് ആസാമിന്റെ നൃത്തരൂപമാണ്. സാത്രിയ എന്ന് പറയുന്നത് ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഇതിനകത്ത് സാത്രിയയും കഥക്കും കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒത്തിരി തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി നമുക്ക് ഇവയിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള 3 പേരെ അങ്ങ് പഠിച്ചു തീർക്കാം. മൊത്തം എത്രയാണ്? 8 ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള എന്തുണ്ട്? നൃത്തരൂപങ്ങൾ നമുക്കുണ്ട് ഇന്ത്യയില്. അതിൽ 3 പേരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ആളാണ് ആര് സുഹൃത്തുക്കളെ? കഥകളി. കേരളമാണെന്നുള്ളത് നമുക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം അല്ലെ. PSC പഠിക്കുന്നതും പഠിക്കാത്തതുമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. കേരളത്തിന്റെ സാംസ്കാരിക തന്നെ കലാരൂപം എന്നൊക്കെ അറിയപ്പെടുന്നതിന് ആരാണ്? ഈ കഥകളിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥകളി. അതുപോലെ തന്നെയാണ് പഠിക്കാൻ ഈസി മണിപ്പൂരി. അതിൽ തന്നെ സംസ്ഥാനം കിടപ്പുണ്ട്. ആരാണ്? മണിപ്പൂര്. അതുകൊണ്ട് അതും
പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ മണിപ്പൂരി ഏത് സംസ്ഥാനത്തിന്റെയാണ്? മണിപ്പൂർ സംസ്ഥാനത്തിന്റെയാണ്. അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഒഡീസിയും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ആ നൃത്തരൂപത്തിൽ തന്നെ ആ സംസ്ഥാനത്തിന്റെ പേര് കിടപ്പുണ്ട്. ഒഡീസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടത്തതാണ്? ഒഡീഷ സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്. അപ്പൊ ഈസി ആയിട്ടുള്ള 3 നമ്മൾ പഠിച്ചു തീർത്തേ. കഥകളി കേരളത്തിൽ നിന്നുള്ളതാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണത്. മണിപ്പൂരി എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ട് ഏത് സംസ്ഥാനമാണെന്നുള്ളത്? മണിപ്പൂര്. ഒഡീസി അതിൽ തന്നെ ഉണ്ട് ആ സംസ്ഥാനത്തിന്റെ പേര് ഒഡീഷ. ഇനി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള 5 കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 5 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈസി ആയിട്ട് 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സ്കോർ ചെയ്യാം. അതിനുവേണ്ടിയാണ് സ്മാർട്ട് കോഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കണം. അപ്പോ ഇനി ക്ലാസിക്കൽ നൃത്തരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ ഓർക്കേണ്ടത് ആരാണ്? MK സാബിത്തിനെയാണ്. ആരെയാണ് സുഹൃത്തുക്കളെ? MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കുക. MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കുക. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടം. അത് എവിടെയാണ്? കേരളത്തിലാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടം, അത് കേരളത്തിലാണ്. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാത്രിയ, ആസാമിലാണ്. അത് എടുത്തു പഠിക്കണം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എയിലുള്ള മറ്റു സംസ്ഥാനങ്ങളുണ്ട്, വ്യക്തമായിട്ട് പഠിക്കുക. സാത്രിയ ആണ് എങ്കിൽ അത് ആസാമാണ്. സാത്രിയ ആണെങ്കിൽ അത് ആരാണ്? ആസാമാണ്. ഇനി BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബിത്തിന്റെ അവസാനത്തെ BT എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരതനാട്യമാണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സംസ്ഥാനമാണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് തമിഴ്നാട് സംസ്ഥാനമാണ്. അപ്പൊ കോഡ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. MK സാബിത്ത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വളരെ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നതാണ്. കൺഫ്യൂസിംഗ് ഫാക്ട് ഉള്ള പിന്നെയുള്ള 3 നമ്മളിപ്പോ പറഞ്ഞത്. MK സാബിത്ത് എന്നുള്ള കോഡ് വെച്ച് ഇതിൽ M എന്ന് വെച്ചാൽ മോഹിനിയാട്ടം, K എന്ന് വെച്ചാൽ എവിടെയാണ്? കേരള സംസ്ഥാനത്തിലെ. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്രിയ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആസാമാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അത് രൂപപ്പെട്ടത്. ഇത്രയും സുഹൃത്തുക്കൾക്ക് പഠിച്ചല്ലോ, ഈസി ആണല്ലോ. അപ്പൊ MK സാബിത്ത് എന്നുള്ള കോഡ് ഓർത്ത് വെച്ചിരിക്കുക. ഇനിയുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റും മോസ്റ്റ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള 2 പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അവയാണ് കുച്ചിപ്പുടിയും കഥകം. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന 2 പോയിന്റ് ആണ് പറഞ്ഞത്. കുച്ചിപ്പുടിയുടെയും കഥകിന്റെയും ജന്മ സംസ്ഥാനം ഏത് എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. സുഹൃത്തുക്കളെ, കുച്ചിപ്പുടി എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ അല്ലേ Kയും Uവും? കുച്ചിപ്പുടി എന്ന് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? Kയും Uവും ആണ് വരുന്നത്. അതുപോലെ തന്നെ കഥക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ ഏതായിരിക്കും സുഹൃത്തുക്കളെ? KA ആയിരിക്കത്തില്ലേ സുഹൃത്തുക്കൾ ആ 2 ലെറ്റർ എന്ന് പറയുന്നത്? അപ്പൊ കുച്ചിപ്പുടി എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ എന്താണ്? KU ആണ്. അതുപോലെ തന്നെ കഥക് എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എന്താണ്? KA ആണ്. ഇത്രയും സുഹൃത്തുക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി KU ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ A എന്നങ്ങ് എഴുതുക. KU ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ A എന്ന് എഴുതുക. അതായത് കുച്ചിപ്പുടിയാണ് ചോദിക്കുന്നതെങ്കിൽ. ഇനി കഥക് KA ആണ് ചോദിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ U എന്ന് എഴുതുക. KA ആണ് ചോദിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ എന്താണ് എഴുതേണ്ടത്? U ആണ് എഴുതേണ്ടത്. KA എന്ന് വെച്ചാൽ കഥക് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പൂർണ്ണമായി കോഡൊന്ന് പഠിക്കാം. KU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ചിപ്പുടി, അത് A ആണ് എഴുതേണ്ടത്. അപ്പോൾ അവൻ ആരാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് എന്ന് മനസ്സിൽ വരിക. അപ്പൊ കുച്ചിപ്പുടി ഏ സംസ്ഥാനത്തിന്റെയാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെയാണ്. ഇനി KA കഥകാണ് ചോദിക്കുന്നെങ്കിൽ KA ആണ്. അതിന് നമ്മൾ U എന്ന ആൻസർ കൊടുക്കുക. KA ആണെങ്കിൽ എന്തെന്ന് കൊടുക്കുക? U എന്ന ആൻസർ കൊടുക്കുക. അപ്പോൾ അത് ഉത്തർപ്രദേശ് ആണ് എന്ന് നമ്മുടെ മനസ്സിലിരിക്കണം. KA എന്ന് വെച്ചാൽ കഥകാണ്. അതെവിടെയാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക് എന്ന് പറയുന്നത്. KUവും അതുപോലെ തന്നെ KAയുമാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നോളെ. KU എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? KA എന്ന് നമ്മൾ പറഞ്ഞു. KU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുച്ചിപ്പുടിയെ സൂചിപ്പിക്കുന്നു. KA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥകിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ KU ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? അവനിൽ ഇല്ലാത്തത് ആരാണോ അയാളെ എഴുതുക. ആരാണ്? A ആണ് അതിനകത്ത് ഇല്ലാത്തത്. അപ്പോ A എന്ത് ചെയ്യുക? എഴുതുക. ഇനി KA ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനകത്ത് ആരില്ല? U ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? U എന്ത് ചെയ്യുക? ആൻസർ
ആയിട്ട് കൊടുക്കുക. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് എന്തായിരുന്നാലും ലഭിക്കും. സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കേരള കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. തോറിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരാണ് മോണോസൈറ്റ്. അതും 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. തോറിയത്തിന്റെ പ്രധാന അയിര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണോസൈറ്റ് ആണ്. അപ്പോ PSCക്ക് ട്രെൻഡ് മാറി, ചോദ്യം ഒന്നുകൂടി PSC പരിഷ്കരിച്ചു. അപ്പോൾ ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ് കേരള കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന തോറിയത്തിന്റെ അയിര് ഏതാണ്? ഉത്തരം മോണോസൈറ്റ് ആണ്. വ്യത്യാസമൊന്നുമില്ലല്ലോ ചോദിച്ചേല്. ആദ്യകാലത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് കേരള കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം എന്ന് ചോദിച്ചു, തോറിയം. അതിനുശേഷം PSC ചോദിച്ചതാണ് തോറിയത്തിന്റെ പ്രധാന അയിര് ഏതെന്ന് ചോദിച്ചു, മോണോസൈറ്റ്. അതിനുശേഷം PSC ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ചോദിച്ചതാണ് കേരള കടൽ തീരത്ത് കാണപ്പെടുന്ന തോറിയത്തിന്റെ അയിര് ഏതാണെന്ന്. ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? മോണോസൈറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 50-ൽ കൂടുതൽ തവണ റിപ്പീറ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, ലോഹമണൽ എന്നീ നിക്ഷേപങ്ങളുള്ള ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, ലോഹമണൽ എന്നീ നിക്ഷേപങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇലിമനൈറ്റ്, മോണോസൈറ്റ്, ലോഹമണൽ എന്നീ നിക്ഷേപങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടൊരു ഐഡിയ പറഞ്ഞു തരാം. എല്ലാ കൊല്ലവും മോണയിൽ ലോഹം അടിഞ്ഞുകൂടുമെന്നങ്ങ് പഠിക്കുക. എല്ലാ കൊല്ലവും മോണയിൽ ലോഹം അടിഞ്ഞുകൂടുമെന്നങ്ങ് പഠിക്കുക. അപ്പോ എല്ലാ കൊല്ലവും എന്ന് പറയുന്നത് നമുക്ക് കൊല്ലം ജില്ല ലഭിക്കും. മോണയിൽ എന്ന വാക്കിൽ നിന്ന് 2 പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് ലഭിക്കും. മോണ എന്ന വാക്കിൽ നിന്നും മോണോസൈറ്റും എന്നുള്ള വാക്കിൽ നിന്ന് ഇലുമനൈറ്റും നമുക്ക് കിട്ടും. എന്നുള്ള വാക്കിൽ നിന്ന് എന്ത് കിട്ടും? ഇലുമനൈറ്റും നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ലോഹമാണ് എന്ത് ചെയ്തത്? മോണയിൽ വന്ന് അടിഞ്ഞുകൂടിയത്. അതുകൊണ്ട് ലോഹ മണലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി സുഹൃത്തുക്കൾ മറക്കരുത്, അത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടൊരു ഐഡിയ പറഞ്ഞു തന്നത്. എല്ലാ കൊല്ലവും മോണയിൽ ലോഹം നിക്ഷേപിക്കപ്പെടുമെന്ന് പഠിക്കുക. ഇതിൽ എല്ലാ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ല, മോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോസൈറ്റ്, മോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണോസൈറ്റ്. അതിനോടൊപ്പം തന്നെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ഇലുമിനൈറ്റ് ആണ്. അതുപോലെ ലോഹം ആണ് വന്ന് അടിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് ലോഹമണലും ഓർത്തു വെച്ചിരിക്കുക. ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. അതും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. അതും 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇത് ചോദിക്കുന്ന സമയത്ത് വ്യക്തമായി നമ്മൾ പഠിച്ചുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തെറ്റിക്കും. അതിനുള്ള കാരണം ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് എങ്കിൽ അത് കണ്ണൂർ ജില്ലയാണ് കേട്ടോ. അതൊരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. അതുകൊണ്ട് തന്നെ PSCക്ക് അത് ഇഷ്ടമുള്ള ചോദ്യമാണ്. ഈ 2 ചോദ്യം ചോദിച്ചാലും ഈ 2 ചോദ്യത്തിന്റെ ഓപ്ഷനിലും കൊല്ലവും കണ്ണൂർ ജില്ലയും കാണും. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇവിടെ വെച്ച് തന്നെ അങ്ങ് പഠിച്ചു പോവുക. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ തന്നെ ഓണാട്ടുകരയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓണാട്ടുകര മറക്കരുത്. എവിടെയാണ്? ഓണാട്ടുകര. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. ഒരു കൺഫ്യൂഷനും വേണ്ട. കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഈ ഭാഗത്തൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല
കൊല്ലം ജില്ലയും. കൊല്ലം ജില്ലയിൽ തന്നെ എവിടെയാണ്? ഓണാട്ടുകരയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച ചോദ്യം. തിരുവിതാംകൂറിൽ സംയുക്ത രാഷ്ട്രീയ സഭ രൂപകൽപ്പിച്ച വർഷം 1932. തിരുവിതാംകൂറിലെ സംയുക്ത രാഷ്ട്രീയ സഭ രൂപീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932. ഇന്ത്യൻ വ്യോമസേന രൂപീകരിച്ച വർഷം 1932. ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായ അല്ലെങ്കിൽ രൂപീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932. ഗാന്ധിജി ഹരിജൻ സമാജം രൂപീകരിച്ച വർഷം 1932. ഒന്നുകൂടി പറയാം. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1932. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. തിരുവിതാംകൂറിൽ സംയുക്ത രാഷ്ട്രീയ സഭ രൂപീകരിച്ച വർഷം 1932. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണിത്. ഇനി വട്ടമേശ സമ്മേളനം പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് പറഞ്ഞു തരാം. വട്ടത്തിലല്ലേ സുഹൃത്തുക്കളെ വട്ടമേശ സമ്മേളനം നടത്തുന്നത്? അതുകൊണ്ട് തന്നെ ഒരു വട്ടം വരയ്ക്കുക. അതിനുശേഷം എത്ര എഴുതുക? 30 എന്ന് എഴുതുക, 31 എഴുതുക, 32 എഴുതുക. പ്രധാനപ്പെട്ട 3 വട്ടമേശ സമ്മേളനത്തിന്റെ വർഷം നമുക്ക് കിട്ടി. 1930, 1931, 1932. ഈസിയാണ് സുഹൃത്തുക്കളെ. ഒരു വട്ടം വരയ്ക്കുക. വട്ടത്തിനകത്ത് 30, 31, 32 എന്ന് എഴുതുക. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1932. ഇന്ത്യൻ വ്യോമസേന രൂപീകരിച്ച വർഷം 1932. ഇന്ത്യൻ വ്യോമസേന രൂപീകരിച്ച വർഷം 1932. ഗാന്ധിജി ഹരിജൻ സമാജം രൂപീകരിച്ച വർഷം 1932. 50-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഗാന്ധിജി ഹരിജൻ സമാജം രൂപീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മലയിലാണ്. തെന്മല എവിടെയാ സുഹൃത്തുക്കളെ? കൊല്ലം ജില്ലയിലാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന റിസർവ് വനം കുളത്തൂപ്പുഴ റിസർവ് വനം. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന റിസർവ് വനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴ റിസർവ് വനം. അപ്പോൾ ഇനി മുതലേ പ്രധാനപ്പെട്ടിട്ടുള്ള ഇക്കോ ടൂറിസം പദ്ധതിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് എന്നുകൂടി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ആ ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉണ്ടാകും. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന റിസർവ് വനം ഏതാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്ര, ആലപ്പുഴ ജില്ല. കറണ്ട് അഫേഴ്സ് ആണ്, മറക്കാതെ പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്ര, ആലപ്പുഴ. എവിടെയാണ്? പുന്നപ്ര, ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത്. ഇത് 2023 ഈ പദ്ധതി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് മേഖലയിൽ നല്ലൊരു ചോദ്യമാണ് പഠിക്കുക. ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. ട്രെൻഡിങ് നിൽക്കുന്ന ചോദ്യമാണ്. ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല. ജാനകിയുടെ കയ്യിലാണ് കോഴി എന്നങ്ങ് പഠിക്കുക കേട്ടോ. ജാനകിയുടെ കയ്യിലാണ് കോഴി എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. 50-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം 4 മെയ് 2007. ഇതിൽ 2007 മാത്രമാണ് ഇത്രയും നാൾ PSC ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി നമുക്ക് വ്യക്തമായിട്ടുള്ള തീയതി തന്നെ പഠിക്കണം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2007. എന്നാൽ ഇനി അത് മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ, വ്യക്തമായ തീയതി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 4 മെയ് 2007. എത്രയിലാണ്?
4 മെയ് 2007 കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ PSC ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ടൊരു ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ ഈ ഭാഗം മാത്രം ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഇത് PSC ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യമായതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. കഴിഞ്ഞ ദിവസം നടന്ന LGSന്റെ മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യത്തിന്റെ ട്രെൻഡ് ഒന്ന് PSC മാറ്റി. PSC ഇങ്ങനെയാണ് ചോദിച്ചത്: കേരളത്തിന്റെ ഉത്തരഭാഗത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏത് എന്നാണ് ചോദിച്ചത്. ഉത്തരം എന്താണ്? പൂക്കോട് തടാകമാണ്. വടക്കേ അറ്റം എന്ന് പറഞ്ഞാലും ഉത്തരഭാഗം എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ കേരളത്തിന്റെ വടക്കേ അറ്റം അല്ലെങ്കിൽ കേരളത്തിന്റെ ഉത്തരഭാഗത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. പൂക്കോട് തടാകം എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. നമ്മുടെ വയനാട് ജില്ലയിലാണ്. എവിടെയാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ട തടാകം. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ശാസ്താംകോട്ട തടാകം എവിടെയാ സുഹൃത്തുക്കളെ? എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണി തടാകം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി തടാകം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി തടാകം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ വെള്ളയാണി തടാകം. വെള്ളയാണി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ സുഹൃത്തുക്കളെ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളയാണി തടാകം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട്, മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്, മലപ്പുറം ജില്ല. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറെ നടന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് എങ്ങനെ പോയി കാണണം? ഏറെ നടന്നു പോയി കാണണം. അപ്പൊ എന്താണ്? ഏറനാട്. മറക്കരുത്, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറെ നടന്നു പോയി കാണണം. അതുകൊണ്ട് തന്നെ അവന്റെ പേരെന്താണ്? ഏറനാട്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് കുന്നിൻ മുകളിൽ ഇരിക്കുന്ന കുന്നത്തൂരാണ്. അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്. കുന്നിൻ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ ചെറിയ താലൂക്കാണ്. കുന്നിൻ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ ചെറിയ താലൂക്കാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് ചോദിച്ചാൽ കുന്നത്തൂര്, കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ പ്രചാരത്തിലിരിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ല. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ പ്രചാരത്തിലിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലിരിക്കുന്ന ഭാഷകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ സുഹൃത്തുക്കളെ? 7. മറക്കരുത്. സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ല. സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 12 എണ്ണമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 12 നദികൾ ഏതുവഴി ഒഴുകുന്നുണ്ട്? കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നുണ്ടെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ഏക റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ് തുമ്പ. ഇന്ത്യയിലെ ഏക റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തുമ്പ, നമ്മുടെ തിരുവനന്തപുരം ജില്ല. എവിടെയാണ് തുമ്പ എന്ന് പറയുന്നത്? തിരുവനന്തപുരം ജില്ല. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യയിലെ ഏക റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ തുമ്പ, തിരുവനന്തപുരം ജില്ല. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തുമ്പയാണ്. വിക്രം സാരാഭായിയുടെ ഓർമ്മയാർത്ഥം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തുമ്പയാണ്. 100-ൽ കൂടുതൽ തവണ പിന്നെയും റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഓർക്കുക, തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1962. പിന്നെയും 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ശ്രദ്ധിച്ചു വെച്ചോളൂ ഈ ചോദ്യങ്ങളൊക്കെ.
തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1962 ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇതും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു, അത് ശ്രീഹരിക്കോട്ടയാണ്. ഇത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ പുതുതായി നിർമ്മിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം കറണ്ട് അഫേഴ്സ് ആണ്. കുലശേഖരപട്ടണം, തമിഴ്നാട്. കുലശേഖരപട്ടണം എവിടെയാണ്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയാണ് എന്നങ്ങ് പഠിച്ചു വെച്ചേക്ക്. എവിടെയാണ്? തൂത്തുക്കുടിയാണ് കേട്ടോ. തൂത്തുക്കുടിയിലാണ് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. മറക്കരുത്, കറണ്ട് അഫേഴ്സ് ആണ്. ഓൾറെഡി 5ഓളം ചോദ്യ പേപ്പറുകളിൽ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ത്യയിൽ പുതുതായി നിർമ്മിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് കുലശേഖരപട്ടണം, തമിഴ്നാട്. തമിഴ്നാടിൽ തന്നെ തൂത്തുക്കുടിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകര. 50-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിച്ച രാജ്യം നോർവേയാണ്. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. നീണ്ടകരയിൽ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിച്ചിരുന്ന രാജ്യമാരെന്ന് ചോദിച്ചാൽ അത് നോർവേയാണ്. കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ KMML എന്ന് നമ്മൾ പറയും കേട്ടോ. കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് അല്ലെങ്കിൽ KMMLന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ചവറയാണ്. അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ചവറ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ചവറ. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പണ്ടുകാലത്ത് ഒത്തിരി ചോദ്യ പേപ്പറുകൾ കണ്ടിരുന്നു. ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ല. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇത് പഠിക്കാനായിട്ട് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. പോളിയോ വിമുക്തമായി എന്ന് എഴുതി വെച്ചത് തിട്ടയിലാണ് എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പൊ മറക്കില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിയോ വിമുക്തമായെന്ന് എഴുതി വെച്ചത് എവിടെയാണ്? തിട്ടപ്പുറത്താണ് എഴുതി വെച്ചത്. ഒരു തിട്ടയുടെ പുറത്താണ് എഴുതി വെച്ചത്. ആ തിട്ടയാണ് നമ്മുടെ പത്തനംതിട്ട. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല രൂപീകരിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് KK നായർ. മറക്കരുത്, പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആരാണ്? KK നായരാണ്. 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ഒരു ചോദ്യം. ഇപ്പോൾ അങ്ങനെ കാണാറില്ല, എന്നാലും പഠിച്ചു വെച്ചിരിക്കുക. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആരാണ്? KK നായരാണ്. പടയണി എന്ന കലാരൂപം ഏതു ജില്ലയിലാണ് രൂപം കൊണ്ടത്? പത്തനംതിട്ട ജില്ല. മറക്കരുത്, 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യം. പടയണി എന്ന കലാരൂപം ഏതു ജില്ലയിലാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലാണ്. അതെവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. മറക്കരുത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്നും കേരളത്തിന്റെ ഹോളണ്ട് എന്നും കേരളത്തിന്റെ നെല്ലറ എന്നും സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം എന്നും അറിയപ്പെടുന്നത് കുട്ടനാടാണ്. അവന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്നറിയപ്പെടുന്നതും കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതും കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നതും സമുദ്രനിരപ്പിൽ നിന്നും താൻ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം എന്ന് ചോദിച്ചാലും അത് കുട്ടനാടാണ്. ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്, പ്രത്യേകിച്ച് LGS ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് പഠിക്കുക. കേരളത്തിന്റെ ഹോളണ്ട്, ചുണ്ടൻ വള്ളങ്ങളുടെ നാട്,
കേരളത്തിന്റെ നെല്ലറ, സമുദ്രനിരപ്പിൽ നിന്നും താൻ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏത്, അതുപോലെ തന്നെ പമ്പയുടെ താനം എന്നറിയപ്പെടുന്നതും ആരാണ്? നമ്മുടെ കുട്ടനാടാണ്. ആരാണ്? നമ്മുടെ കുട്ടനാടാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിലെ നെല്ലറ, കുട്ടനാട് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. അത് മറക്കരുത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. ഓപ്ഷനിലെ കുട്ടനാടൊക്കെ കാണും, തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല എവിടെയാണ്? പാലക്കാട് ജില്ല. പിന്നെ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ സുഹൃത്തുക്കളെ? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി എന്ന് ചോദിച്ചാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളികളും അവ നടക്കുന്ന നദികൾ അല്ലെങ്കിൽ കായലുകളും നമുക്കൊന്ന് പഠിക്കാം. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 വള്ളംകളികൾ നമ്മൾ പഠിക്കണം. അത് പഠിക്കാതെ നമ്മൾ പോവരുത്, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 വള്ളംകളികൾ നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. അതിലൊന്നാമത്തതാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നടക്കുന്നത് എവിടെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പുന്നമടക്കായൽ. കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായൽ. ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദി. ആറന്മുള വള്ളംകളി നടക്കുന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? പമ്പാ നദി. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അച്ഛൻ കോവിലാറാണ്. ഈ 4 പ്രധാനപ്പെട്ട വള്ളംകളികളും PSCയുടെ സ്ഥിരം ചോദ്യ സാന്നിധ്യമാണ്, പഠിച്ചോളുക. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ, പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായൽ, ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദി, മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. എവിടെയാണ്? അച്ഛൻ കോവിലാറിലാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇവയുടെ ഓപ്ഷൻസ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായി 1 മാർക്ക് സുഹൃത്തുക്കൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ചാനൽ ജോയിൻ ചെയ്ത ഒരു സുഹൃത്തുക്കൾക്കും ഈ ഒരു ഭാഗത്ത് ഇനി 1 മാർക്ക് പോകില്ല. അതിനുവേണ്ടിയാണ് നമ്മുടെ സ്മാർട്ട് കോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്മാർട്ട് കോഡിലേക്ക് പോകാം. പുന്നാര നെഹ്റുവും മുടിപോയ പ്രസിഡന്റും. എന്താ പറഞ്ഞത്? പുന്നാര നെഹ്റുവും മുടിപോയ പ്രസിഡന്റും 6 പാമ്പിനെ കണ്ടത് മദറായ അച്ഛനോട് പറഞ്ഞു. തീർന്നേ പരിപാടി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കോഡ് വളരെ ഈസി കോഡാണ്. ഒരു 4-5 തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലിരിക്കും. പുന്നാര നെഹ്റുവും മുടിപോയ പ്രസിഡന്റും 6 പാമ്പിനെ കണ്ടത് മദറായ അച്ഛനോട് പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 വള്ളംകളിയും അവ നടക്കുന്ന ജലാശയവും നമ്മുടെ കയ്യിൽ കിട്ടിയേ. ഇനി ഒരു ടെൻഷനും വേണ്ട, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പഠിക്കാം. പുന്നാര നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. പുന്നാര നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. മുടിപോയ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായൽ. ആ മുടി എന്ന് പറഞ്ഞാൽ എന്താണ്? അഷ്ടമുടിക്കായൽ. മുടി എന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കായൽ. ഓർത്തു വെച്ചിരിക്കുക. മുടിപോയ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായലിലാണ്. 6 പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള വള്ളംകളി പമ്പാ നദി. 6 പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറന്മുള വള്ളംകളി പമ്പാ നദി. ഇനി മദറായ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ തെരേസ വള്ളംകളി അച്ഛൻ കോവിലാറ്. മദറായ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദർ തെരേസ വള്ളംകളി അച്ഛൻ കോവിലാറ്. ഒന്നുകൂടി പറയുവാണേ കോഡ് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. 1 മാർക്കിനുള്ള കളിയാണേ കളിക്കുന്നത് നമ്മള്. പുന്നാര നെഹ്റുവും മുടിപോയ പ്രസിഡന്റും 6 പാമ്പിനെ കണ്ടത് മദറായ അച്ഛനോട് പറഞ്ഞു. പുന്നാര നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. മുടിപോയ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ എന്ന് ഞങ്ങൾ പഠിക്കുക. 6 പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള വള്ളംകളി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ്. മദറായ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ തെരേസ വള്ളംകളി അച്ഛൻ കോവിലാറ്. മദർ തെരേസ വള്ളംകളി എവിടെയായിരുന്നു? അച്ഛൻ കോവിലാറിലായിരുന്നു. ഈ ഒരു ഭാഗം സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 1 മാർക്ക് ഈ മേഖലയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട 2 വള്ളംകളികൾ കൂടി PSC ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവരെ കൂടെ നമ്മളൊന്ന് പഠിച്ചാൽ മാത്രമേ ഈ ഭാഗം പൂർത്തിയാകുള്ളൂ. അതാണ് അയ്യങ്കാളി വള്ളംകളി വെള്ളായണിക്കായൽ. 50 തവണയിൽ കൂടുതൽ ചോദിച്ച ചോദ്യമാണ്.
അയ്യങ്കാളി വള്ളംകളി വെള്ളായണിക്കായലിലാണ് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഈ 4 പ്രധാനപ്പെട്ട വള്ളംകളികളും ചോദിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എടുത്തിട്ട് ചോദിക്കുന്നതാണ്. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വെള്ളായണിക്കായൽ. ഓൾറെഡി നമ്മൾ വെള്ളായണി എവിടെയെന്ന് പറഞ്ഞു, തിരുവനന്തപുരം ജില്ല. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായല്. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി എവിടെയെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റിക്കായലിലാണ്. ഇവരെ രണ്ടുപേരെയും ഈ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 4 വള്ളംകളിയും ചോദിച്ചില്ലെങ്കിൽ ചുമ്മാ PSC എടുത്തു വെച്ച് ചോദിക്കുന്നതാണ്. അയ്യങ്കാളി വള്ളംകളി സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിക്കായൽ, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ്. എവിടെയാണ്? കന്നേറ്റിക്കായലിലാണ്. ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ജില്ല. അപ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ എവിടെ കിടക്കുന്നു ഓർക്കുക? കോഴിക്കോട് ജില്ലയിലാണ് ആദ്യമായി വന്നതെന്ന് ഓർക്കുക. അവ ഏതൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം, കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. വീണ്ടും വന്നിരിക്കുന്നു 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. അതിനോടൊപ്പം തന്നെ 100-ൽ കൂടുതൽ തവണ ചോദിച്ച മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നു, പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. പഴശ്ശിരാജയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ വന്നതും കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നിന്ന് പഠിക്കേണ്ടതാണ്, പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ല. പഴശ്ശിരാജയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും LGSന്റെ മാരത്തോൺ ഡേ 1 വേണ്ടി പഠിച്ചത്. സുഹൃത്തുക്കൾ, ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും ചോദ്യങ്ങൾ പഠിക്കുക. യാതൊരു ടെൻഷനും വേണ്ട. 40 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കൾ, ഇപ്പോൾ വ്യക്തമായിട്ടും പ്രീവിയസ് ആയി PSC ചോദിച്ചുള്ള ചോദ്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി ഒന്ന് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇവ രണ്ടുമായിരുന്നു ഈ കഴിഞ്ഞ LGSന്റെ മെയിൻ എക്സാമിന് പ്രധാനമായിട്ടും ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് വ്യക്തമായി പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഈ 40 ദിനത്തിൽ നമുക്കുള്ളത്. അതിൽ തന്നെ 30 ദിവസം നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും, പ്രീവിയസ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടെയുള്ള ചോദ്യങ്ങളൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അവസാനം വരുന്ന 10 ദിവസം നമുക്ക് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ടാണ്. 20 മാർക്കോളം നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള 10 ദിവസം നമ്മൾ ചെലവാക്കാൻ പോകുന്നത്. അങ്ങനെ മൊത്തം 40 ദിനം കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. യാതൊരുവിധ ടെൻഷനും വേണ്ട സുഹൃത്തുക്കൾക്ക്. പാടുള്ളതും ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ കുറുക്കു വഴികളുണ്ട്. ആ കുറുക്കു വഴികൾ ഉപയോഗിച്ച് നമ്മൾ പഠിച്ച് ആ പ്രശ്നം മറികടക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്. നന്ദി, നമസ്കാരം.